ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനത് ചക്കക്കുരു വെച്ചിട്ടാണ് ഈ പക്കവട ഉണ്ടാക്കുന്നത്. അത് ചക്കക്കുരു നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്കവട ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മളിവിടെ ചക്കക്കുരു വെച്ചിട്ടാണല്ലോ പക്കവട ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ചക്കക്കുരു ഇതിന്റെ മുകളിലത്തെ ആ വെള്ള തൊലി കളഞ്ഞതിന്റെ ശേഷം ഉപ്പിട്ടിട്ട് ഇതേപോലെ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഈ ചുവപ്പ് കളറൊന്നും കളയണ്ടാക്കാം, വളരെ നല്ലതാണല്ലോ കഴിക്കുന്നത്, അതിപ്പോ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഞാന്. പിന്നെ നമുക്ക് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് പിന്നെ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 എന്താ പറയുക സവാള ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഞാൻ നമ്മളെ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് എരിവ് പച്ചമുളക് കുറച്ച് 2 കഷ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ആവാലോന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് നിങ്ങൾ വേണം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുത്തോളോട്ടാ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാട്ട് മസാല എടുത്തിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വെച്ച് കുറച്ച് ചാട്ട് മസാലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ് വേണം, ഓയിലും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പക്കവട ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ എന്നാ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം. നമുക്ക് എന്നാലിനി ചക്കക്കുരു ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഒന്ന് അടിഞ്ഞു വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം. കണ്ടില്ലേ, ഞാനിവിടെ ചക്കക്കുരു നന്നായിട്ട് അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. അതേപോലെ പച്ചമുളക്. ഇനി നമുക്ക് ഈ പൊടികൾ ഓരോന്നോരോന്നാണ്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും കടലമാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ഇടാട്ടോ. അതേപോലെ അരിപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. എന്താന്നുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരുവിന് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച്, അപ്പൊ നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പൊടികളായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ അതിട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഞാൻ പറഞ്ഞ ചാറ്റ് മസാല ഉണ്ടെന്ന് കുറച്ച് പറഞ്ഞില്ലേ അതും കൂടിയാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നും കൂടി കുഴച്ച് കൊടുക്കാം. കറിവേപ്പില എടുക്കാം. പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വെള്ളം പറഞ്ഞിട്ട് നമുക്കൊരു ഇതേപോലെ പോരല്ലോ, ഒന്ന് ലൂസ് ആവണല്ലോ. അപ്പൊ അതിന് വേണ്ടി കുഴച്ചെടുക്കാം. ഞാനിത് കുഴച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഒരു 5 മിനിറ്റ് നല്ലോണം ഇരുന്നോട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഓയിൽ നല്ലോണം ചൂടായിട്ടും വന്നിട്ടുണ്ട്. നല്ലോണം ചൂടായി വന്നതിന്റെ ശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇടായി വരട്ടെ. നമുക്കിനി ഇതിങ്ങോട്ട് വാങ്ങി കൊടുക്കാം. തീ നല്ല സ്ലോ ആയിട്ട് വെച്ചാൽ മതി. ആദ്യം നമ്മൾ നല്ലോണം എണ്ണ ചൂടായതിന്റെ ശേഷമാണ് നമ്മളിത് ഇട്ടത്. പിന്നെ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ നുള്ളി 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 അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചക്കക്കുരു നമുക്ക് വളരെ നല്ലതാണ് ദേഹത്തിന്. അപ്പൊ ചക്കക്കുരുവിനോണ്ട് ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുക. നമുക്കിനി ഇതാണ്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഇങ്ങോട്ട് ആയി വരട്ടെ. ഇനി നമുക്കത് ഇങ്ങോട്ട് വാങ്ങി കൊടുക്കാം. കണ്ടില്ലേ? നമുക്ക് എന്നാലിനി ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് പിന്നെ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് നന്നായിട്ട് വന്നോളൂ. ഇനി നമുക്കിതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമുക്ക് വറുത്ത് കോരി വെക്കാം. കറിവേപ്പിൻ്റെ ഇല വറുത്തിട്ട് നമുക്കിതിൽ ഇടാനായിട്ട് വെക്കാം. കറിവേപ്പിൻ്റെ ഇല കൊണ്ട് വറുത്ത് കോരി നമുക്ക് ലേശം പച്ചമുളകും കൂടി എന്നിട്ട് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കതൊന്നും ഇങ്ങനെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് അതെടുത്ത് കടിക്കുകയും ചെയ്യാൻ ടേസ്റ്റാണ്. നമുക്കത് ഇങ്ങോട്ട് വാങ്ങി കൊടുക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ ചക്കക്കുരു നമുക്ക് ദേഹത്തിന് വളരെ നല്ലതല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കാം. നല്ല കണ്ടില്ലേ, നല്ല നന്നായിരിക്കുന്നുണ്ടല്ലേ, ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പൊ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.